ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കയും മുട്ടയും കൂടെയുള്ള ഒരു ഫ്രൈ ആണ്. പാവയ്ക്കയുടെ ഗുണങ്ങൾ ഇവയൊക്കെയാണ്. ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നതിനും ബാഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മുടെ ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും തിളക്കം വർദ്ധിപ്പിക്കാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ്. പ്രതിരോധ ശക്തിയും കാഴ്ചശക്തിയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. സാധാരണയായി പാവയ്ക്ക മിക്ക കുട്ടികൾക്കും അത്ര ഇഷ്ടമുള്ളതല്ല. എന്നാൽ ഞാനിന്നിവിടെ ചെയ്യുന്ന രീതിയിൽ പാകം ചെയ്താൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി ഇത് കഴിക്കും. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 പാവയ്ക്ക ചെറുതായി അരിഞ്ഞത്, 3 മുട്ട, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽ മുളക്, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇത് ഒരുവിധം വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവയും കൂടെ ചേർത്ത് നന്നായി കുറച്ച് നേരവും കൂടി വഴറ്റുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇടുക. ഇനി നമുക്കിതിനെ അടപ്പടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഒരു 3 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയായി പൊട്ടിച്ചൊഴിക്കുക. ഇത് നന്നായി പാവയ്ക്കയുമായി മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വെച്ച് കുറച്ച് നേരം നന്നായി ഫ്രൈ ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മുടെ പാവയ്ക്ക മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി പുതിയൊരു വിഭവവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.